പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സന്ദർശന പരിപാടികളുണ്ട്. കേരളത്തിൽ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യമായി പത്തനംതിട്ടയിൽ NDA മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് എത്തിച്ചേരുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. തിരുവനന്തപുരത്ത് എത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്ത് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് റോഡ് മാർഗം അദ്ദേഹം പോവുക. ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പ്രധാന സേവകൻ എപ്പോഴാകും എത്തിച്ചേരുക? കാരണം കന്യാകുമാരിയിൽ അവിടെ ഒരു സമ്മേളനത്തിന് ശേഷമാണല്ലോ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്, പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേരുന്നത്. തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിൽ അദ്ദേഹം വിമാനം ഇറങ്ങും. മാത്രമേ അതിനുശേഷമാണ് ഹെലികോപ്റ്റർ മാർഗം അവിടേക്ക് എത്തുക. പിന്നീട് റോഡ് മാർഗം സമ്മേളന സ്ഥലത്തേക്കും. അവിടെ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അയ്യന്റെ നാട്ടിലേക്ക്, പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് പ്രധാന സേവകനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 10:30 കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ടെക്നിക്കൽ ഏരിയയിൽ വിമാനം ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം പ്രത്യേക പരിപാടിയുടെ ഭാഗമായി നാഗർകോവിലേക്ക് ഹെലികോപ്റ്ററിൽ പോകും. അതിനുശേഷം തിരികെ 1 മണിയോടുകൂടി അദ്ദേഹം എനിക്ക് സമീപത്തപ്പോൾ ഞാനുള്ളത് പത്തനംതിട്ടയിലെ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്താണ് ഉള്ളത്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ എത്തുക. ഇവിടെ 1 മണിയോട് കൂടി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന അദ്ദേഹം റോഡ് മാർഗമാണ് ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്താൻ പോകുന്നത്. NDAയുടെ മഹാസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപാണ് അദ്ദേഹം ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, NDA സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് അദ്ദേഹം അവസാനമായി തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഒപ്പം അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക NDAയുടെ പ്രചരണമൊക്കെ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ആദ്യ യാത്ര അല്ലെങ്കിൽ ആദ്യ വരവ് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ടയിലേക്ക് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഔദ്യോഗികമായി പ്രധാന സേവകൻ തന്നെ വന്ന ഈ ഒരു പ്രചാരണ പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കമിടുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പ്രചാരണ പരിപാടികളുമായി ഒക്കെ തന്നെ NDAയുടെ സ്ഥാനാർത്ഥികൾ വളരെ ആവേശത്തിലാണ് സംസ്ഥാന വ്യാപകമായി. ഇന്ന് പ്രധാനമായും 2 മണ്ഡലങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം ഇന്ന് പത്തനംതിട്ടയിൽ എത്താൻ പോകുന്നത്. ഒന്ന് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നിവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രചാരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ളത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കും ഒപ്പം തന്നെ മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥിയും ആവേശത്തിലാണ്. ഏകദേശം ഒരു ബൂത്തിൽ നിന്നും 200-ലധികം പ്രവർത്തകരാണ് ഈ ഒരു പരിപാടിയുടെ ഭാഗമായി NDAയുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനായി പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ് ജില്ലാ സ്റ്റേഡിയത്തിലും തയ്യാറാക്കിയിട്ടുള്ളത്. പ്രത്യേകമായിട്ടുള്ള സുരക്ഷാ സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ മുതൽ, അതായത് 1 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തുന്നത് എങ്കിൽ പോലും 11 മണിയോടുകൂടി പൂർണ്ണമായും ഗതാഗത നിയന്ത്രണങ്ങൾ ആരംഭിക്കും. ഒപ്പം അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഈ ഹെലിപാഡിന് സമീപത്തും ഒപ്പം ഈ പരിപാടി നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിലും പൂർണ്ണമായും ഡ്രോൺ ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ട് ഔദ്യോഗികമായ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങളെല്ലാം പൂർത്തിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അത്തരത്തിലുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാനും പരിശോധിക്കാനുമായി ഫയർഫോഴ്സിന്റെ പ്രത്യേക യൂണിറ്റുകൾ ഉൾപ്പെടെ ക്രമീകരിച്ച് അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് പ്രധാന സേവകരെ സ്വീകരിക്കാൻ പത്തനംതിട്ടയുടെ മണ്ണ് തയ്യാറെടുത്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ കേന്ദ്ര നേതാക്കന്മാർ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് എത്താനിരിക്കുന്നു. അതിനൊരു തുടക്കം കുറിക്കലിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളടക്കം തിരുവനന്തപുരത്ത് അദ്ദേഹം സംസാരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് മുന്നണികളെ അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വന്ന് വിമർശിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇന്നലെ അടക്കം പെട്രോൾ ഡീസൽ വില അടക്കം കുറച്ച് കേരളത്തിന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആശ്വാസം പ്രഖ്യാപിച്ച ശേഷം, അല്ലെങ്കിൽ അത് നൽകിയ ശേഷമാണ് പ്രധാന സേവകന്റെ വരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രവർത്തകർ ആവേശത്തിലാണ്, സംഘാടകർ ലക്ഷത്തോളം പ്രവർത്തകർ സമ്മേളനത്തിന് എത്തിച്ചേരും എന്നുള്ളതാണ്. പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് പ്രധാന സേവകൻ കേരളത്തിൽ എത്തിച്ചേരുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.